2021 നടന്ന കഴിഞ്ഞ LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ അതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അതുപോലെ വിവരങ്ങളുമൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടവയാണ്. അതുകൊണ്ട് എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏതാണ്? മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം അറിയപ്പെടുന്നത് മലനാട് എന്ന പേരിലാണ്. നമുക്കറിയാം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണവ? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ് അല്ലെ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മലനാട് എന്നാണ് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇടനാട് എന്ന പേരിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട് എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം അല്ലെങ്കിൽ 7.5 മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തീരപ്രദേശം എന്ന പേരിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് തീരപ്രദേശം എന്ന പേരിലാണ്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ SCERT 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങളാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം: 1. പൂക്കോട്ടൂർ യുദ്ധം, 2. കുളച്ചൽ യുദ്ധം, 3. കുറിച്യർ യുദ്ധം, 4. ചാന്നാർ ലഹള. ഈ 4 സംഭവങ്ങളിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവം ഏത് അല്ലെങ്കിൽ ഏതൊക്കെ എന്നാണ് ചോദ്യം. ഏതാണ്? പൂക്കോട്ടൂർ യുദ്ധം മാത്രമാണ് അല്ലെ. പൂക്കോട്ടൂർ യുദ്ധം മാത്രം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് കുളച്ചൽ യുദ്ധം, കുറിച്യർ യുദ്ധം, ചാന്നാർ ലഹള എന്നീ സംഭവങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് കുളച്ചൽ യുദ്ധം? 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ വിജയിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അതുകൊണ്ട് തന്നെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എപ്പോഴാണ്? 1741 കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയി ആണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്ന ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയി ആണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയി ആണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കുക. കുറിച്യർ യുദ്ധം എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിലെ ആദിവാസി വിഭാഗം നടത്തിയ പോരാട്ടമാണ് കുറിച്യർ യുദ്ധം, കുറിച്യർ കലാപം, അതുപോലെ കുറിച്യർ ലഹള എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. കുറിച്യർ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1812 കുറിച്യർ കലാപം നടന്ന വർഷം 1812
ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. കുറിച്യർ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുറിച്യർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചാന്നാർ കലാപം എന്താണ്? ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടന്ന സമരമാണ് ചാന്നാർ കലാപം. ചാന്നാർ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1859 ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരെന്താണ്? മേൽമുണ്ട് സമരം എന്നാണ്. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ചാന്നാർ കലാപമാണ്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന ചോദ്യങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? മലബാർ കലാപമാണ്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് പൂക്കോട്ടൂർ യുദ്ധം. അതുകൊണ്ട് തന്നെ പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം ഏതാണ്? മലബാർ കലാപമാണ്. മലബാർ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1921 വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മലബാർ കലാപം നടന്ന വർഷം 1921 മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? തിരൂരങ്ങാടിയാണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തം ഏതാണ്? വാഗൺ ട്രാജഡി അഥവാ വാഗൺ കൂട്ടക്കൊലയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി അഥവാ വാഗൺ കൂട്ടക്കൊല. വാഗൺ ട്രാജഡി നടന്ന വർഷം എപ്പോഴാണ്? 1921 നവംബർ 10 വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10 ഇപ്പോൾ പറഞ്ഞ ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അറിയാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികൾ ഏതൊക്കെ? എ. മഹാനദി ഗോദാവരി, ബി. കൃഷ്ണ കാവേരി, സി. നർമ്മദ താപ്തി, ഡി. സോൺ ചമ്പൽ. ഏതൊക്കെയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ? ഓപ്ഷൻ സി നർമ്മദ താപ്തിയാണ് അല്ലേ? ഇത്തരം ചോദ്യങ്ങൾ കേരള PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അതായത് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്, അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കേരള PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു ചെറിയ ഡയഗ്രം നോക്കി നമുക്ക് മനസ്സിലാക്കാം. കിഴക്കോട്ടേക്കൊഴുകുന്ന പ്രധാന ഉപദ്വീപീയൻ നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നീ 4 നദികളാണ് കിഴക്കോട്ടേക്കൊഴുകുന്ന പ്രധാന ഉപദ്വീപീയൻ നദികൾ. ഈ 4 നദികളുടെയും പതന സ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നീ 4 നദികളുടെയും
പതനസ്ഥാനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയൻ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി. ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി തുടങ്ങിയ 5 നദികളാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയൻ നദികൾ. ഈ 5 നദികളിൽ ലൂണി ഒഴികെ മറ്റു 4 നദികളുടെയും പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടലിലാണ്. ഏതൊക്കെ നദികളാണ്? നർമ്മദ, താപ്തി, സബർമതി, മാഹി എന്നീ നദികളുടെ പതനസ്ഥാനം അറബിക്കടലാണ്. ഇപ്പോൾ പറഞ്ഞ ഈ 9 ഉപദ്വീപീയൻ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഡക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദി. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം ഏത് തന്നെയാണ്? ഗോദാവരി തന്നെയാണ്. ഏതൊക്കെയാണ്? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, അതുപോലെ ഡക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദി. ഈ 4 ചോദ്യങ്ങളുടെയും ഉത്തരം ഗോദാവരിയാണ്. നമ്മുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നർമ്മദ നദിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയൻ നദി നർമ്മദ നദിയാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? എ മൈത്രി, ബി ഭാരതി, സി ഹിമാദ്രി, ഡി ദക്ഷിണ ഗംഗോത്രി. ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം? ഏതാണ്? ദക്ഷിണ ഗംഗോത്രിയാണ് അല്ലെ. ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം. മൈത്രി എന്താണ്? ഇന്ത്യയുടെ 2ാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം അഥവാ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച 2ാമത്തെ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച 3ാമത്തെ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ്? ഭാരതി എന്നാണ്. ഭാരതി എന്നത് അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച 3ാമത്തെ ഗവേഷണ കേന്ദ്രമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്ഥിരം ആർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി. ഇന്ത്യയുടെ ആദ്യത്തെ സ്ഥിരം ആർട്ടിക് ഗവേഷണ കേന്ദ്രം ഹിമാദ്രിയാണ്. നമ്മുടെ ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നീ 3 ഗവേഷണ കേന്ദ്രങ്ങൾ ഇന്ത്യ സ്ഥാപിച്ചത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? എ നാഥുല ചുരം, ബി ലിപ്പുലേക്ക് ചുരം, സി ഷിപ്കില ചുരം, ഡി സോജില ചുരം. ഏതാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? നാഥുല ചുരമാണ് അല്ലെ. നാഥുല ചുരമാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ലിപ്പുലേക്ക് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേക്ക് ചുരം. ഷിപ്കില ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഒന്നുകൂടെ പറയാം, സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരമാണ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിപ്പുലേക്ക് ചുരമാണ്.
ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില ചുരമാണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. അടുത്ത ചോദ്യം, ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ: 1 ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. 2 ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. 3 ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. 4 ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇവയിൽ ശരിയായത് ഏതാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യയാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്കറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ, അതുപോലെ ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യയാണ്. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഓസ്ട്രിയ, ജർമ്മനി, ഇറ്റലിയാണ്. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഓസ്ട്രിയ, ജർമ്മനി, ഇറ്റലി എന്നിവയാണ്. അടുത്ത ചോദ്യം, ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര? 4 ഡിഗ്രി, 1 ഡിഗ്രി, 15 ഡിഗ്രി, 10 ഡിഗ്രി. ഏതാണ്? 1 ഡിഗ്രിയാണ്. ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ്. അടുത്ത ചോദ്യം, നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? ഉറുദു, മറാത്തി, ബംഗാളി, ഹിന്ദി. ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. നിബന്ധമാല എന്ന കൃതി മറാത്തി ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്. നിബന്ധമാല എന്ന കൃതി എഴുതിയത് ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. ഈ ഒരു ചോദ്യവും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെയാണ്? ഇത് 2021 കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നും ചോദിച്ച ചോദ്യമാണ്. എവിടെയാണ്? ഗുരുഗ്രാമാണ്. ഇന്ത്യയിലെ ആദ്യ ധാന്യ ATM പ്രവർത്തിച്ചു തുടങ്ങിയത് ഗുരുഗ്രാമിലാണ്. അടുത്ത ചോദ്യം, സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? അഭിവഹനം, വികിരണം, സംവഹനം, ചാലനം. ഏതാണ്? വികിരണമാണ്. സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. നമ്മുടെ കരക്കാറ്റും കടൽക്കാറ്റിനും കാരണം എന്താണ്? സംവഹനമാണ്. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം സംവഹനമാണ്. അടുത്ത ചോദ്യം, നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ, നികുതി നൽകാതിരിക്കുക. ബി, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. സി, കൃഷിയിടങ്ങൾ തരിശിടുക. ഡി, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. ഇവയിൽ ഏതാണ് നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി, കൃഷിയിടങ്ങൾ തരിശിടുകയാണ് അല്ലെ. കൃഷിയിടങ്ങൾ തരിശിടുക എന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920.
നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം എന്താണ്? ചൗരി ചൗര സംഭവമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്ന വർഷം എപ്പോഴാണ്? 1922 ചൗരി ചൗര സംഭവം നടന്ന വർഷമാണ് 1922. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനു പറയുന്ന പേര്. സ്ഥിര വിനിമയ നിരക്ക്, അയവുള്ള വിനിമയ നിരക്ക്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ്, ഇതൊന്നുമല്ല. ഏതാണ്? സ്ഥിര വിനിമയ നിരക്കാണ് അല്ലെ. ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനു പറയുന്ന പേരാണ് സ്ഥിര വിനിമയ നിരക്ക്. അടുത്ത ചോദ്യം, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? 1-ാം പഞ്ചവത്സര പദ്ധതി, 2-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതി, 4-ാം പഞ്ചവത്സര പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. നമുക്കറിയാം, നമ്മുടെ 2-ാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്തിനായിരുന്നു? വ്യവസായവൽക്കരണത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 2-ാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും ഏതാണ്? 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മുടെ 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ്? ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല വളരെ പ്രധാനപ്പെട്ടവയാണ്. 2-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ ദുർഗാപൂർ, ഭിലായി, റൂർക്കേല തുടങ്ങിയവയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവുമധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ്? എ ഒഡീഷ, ബി ജാർഖണ്ഡ്, സി ഗുജറാത്ത്, ഡി ബീഹാർ. ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഒഡീഷയാണ്. ഒഡീഷയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം, WTO അഥവാ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം 1944, 1948, 1995, 1998. ഏത് വർഷമാണ് WTO സ്ഥാപിതമായത്? 1995 ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷമാണ് 1995. 2021 കഴിഞ്ഞ LD ക്ലർക്ക് പരീക്ഷയുടെ ആദ്യ 15 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും മുൻവർഷ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ബാക്കി ചോദ്യങ്ങൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്.